സ്ട്രീം ഓർഡറിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഡ്രെയിൻസിന്റെ അല്ലെങ്കിൽ സ്ട്രീംസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ എന്ന് പറയുന്നത്. എവിടെയാണോ ഒരു ഡ്രെയിൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതാണ് അതിന് ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ ഇത് ഒരു ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ ആണ്, ഇതും ഫസ്റ്റ് ഓർഡർ ആണ്, ഇതും ഫസ്റ്റ് ഓർഡർ, ഇത് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ രണ്ട് ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ മീറ്റ് ചെയ്യുന്ന കൺവേർജ് ചെയ്യുന്നിടത്ത് വെച്ച് ഒരു സെക്കൻഡ് ഓർഡർ ഡ്രെയിൻ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് രണ്ട് ഫസ്റ്റ് ഓർഡർ, അപ്പോൾ രണ്ട് മീറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഫോം ചെയ്യുന്നു. ഇതും ഒരു സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ എവിടെയാണോ രണ്ട് സെക്കൻഡ് ഓർഡർ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു തേർഡ് ഓർഡർ ഡ്രെയിൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ ആണ് ഈ തേർഡ് ഓർഡറുമായി മീറ്റ് ചെയ്യുന്നത്. സോ ഇത് തേർഡ് ഓർഡർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇത് തേർഡ് ഓർഡർ ആണ്. അപ്പോൾ മറ്റൊരു തേർഡ് ഓർഡർ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഫോർത്ത് ഓർഡർ ആവും. രണ്ട് തേർഡ് ഓർഡർ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർത്ത് ഓർഡർ കൂടെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് സ്ട്രീം ഓർഡറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഷേപ്പ് ഫയലിൽ ഇത് മാർക്ക് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്കായി നമ്മൾ ഇതിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ചെയ്ത് ടോഗിൾ എഡിറ്റിംഗ് കൊടുത്തതിന് ശേഷം ന്യൂ ഫീൽഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നു. ഫീൽഡിന്റെ പേര് ഓർഡർ എന്ന് കൊടുക്കാം. അതിനുശേഷം ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ലെങ്ത് 10 ഇനഫ് ആയിരിക്കും. ഓക്കെ കൊടുക്കുക. അതിനുശേഷം എങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇവിടെ 1 സെലക്ട് ചെയ്യുന്നു. ആട്രിബ്യൂട്ട് ടേബിളിൽ അത് സെലക്ട് ചെയ്തതിന്റെ റോ വാല്യൂ നമ്മൾ 1 എന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് സെലക്ഷൻ വലിയ ലിസ്റ്റിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം, പക്ഷെ അത് മാത്രം പെട്ടെന്ന് കാണണമെങ്കിൽ നമ്മളിവിടെ ഷോ ഓൾ ഫീച്ചേഴ്സ് മാറ്റിയിട്ട് ഷോ സെലക്ടഡ് ഫീച്ചേഴ്സ് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്തതിന്റെ ആട്രിബ്യൂട്ട് ഇവിടെ കാണാം. അതിനുശേഷം ഓർഡറിൽ 1 എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഓർഡർ ഡ്രെയിനെ റെപ്രസെന്റ് ചെയ്യാൻ 1 എന്ന് കൊടുക്കുക. ഇതും ഒരു ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ ആണ്. അപ്പോൾ ആട്രിബ്യൂട്ട് ടേബിൾ ഇതിന്റെ പുറത്ത് QGIS പുറത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡോക്ക് ആട്രിബ്യൂട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് എൻഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് പുറത്ത് നിന്നോളും. അത് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് ഓർഡർ ആണ്. ഇതും ഫസ്റ്റ് ഓർഡർ ആണ്, ഇതും ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ഇത് രണ്ട് ഫസ്റ്റ് ഓർഡർ മീറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഫസ്റ്റ് ഓർഡർ എല്ലാം ഒന്നിച്ച് പെട്ടെന്ന് എങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് മറ്റൊന്നുമായിട്ട് തുടക്കത്തിൽ കണക്ഷൻ ഇല്ലാത്തതെല്ലാം ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ എല്ലാം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് ഈ ഫസ്റ്റ് ഓർഡറുകളെല്ലാം സെലക്ട് ചെയ്യാം. തുടങ്ങി വരുന്നിടം മാത്രം, മറ്റ് കണക്ഷൻ തുടക്കത്തിൽ ഇല്ലാത്തതെല്ലാം ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫ്രീ എൻഡ് ഉള്ളതെല്ലാം എന്താണ് ഫസ്റ്റ് ഓർഡർ ആണ്. എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഇവിടെ 1 2 3 ID എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഓർഡർ എന്ന ABC ഓർഡർ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ എക്സ്പ്രഷൻ ബോക്സിൽ വിത്തിൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് ഓർഡർ എന്ന് കാണിക്കാൻ വേണ്ടി 1 എന്ന് കൊടുത്ത് സിംഗിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ റൈറ്റ് എൻഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്ഡേറ്റ് സെലക്റ്റഡ്. അപ്പോൾ സെലക്ട് ചെയ്തതിലേക്കെല്ലാം 1 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 1 എന്ന് കാണുന്നത് ലേബൽ ഫീച്ചേഴ്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ലേബൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് ലേബൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി വിൻഡോയിൽ എത്തി
ലേബൽസ് ടാബിൽ നമ്മൾ സിംഗിൾ ലേബൽസ് ഇവിടെ നോ ലേബൽസ് മാറ്റിയിട്ട് സിംഗിൾ ലേബൽസ് എടുത്ത് വാല്യൂ നമ്മൾ എന്തായി കൊടുക്കുന്നു, ഓർഡർ ആക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് അതിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തിനി സെക്കൻഡ് ഓർഡർ ഡ്രെയിൻ. നമുക്കറിയാം രണ്ട് ഫസ്റ്റ് ഓർഡർ മീറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഫോം ചെയ്യുമെന്ന്. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു സെലക്ഷൻ ഇങ്ങനെ വന്നിട്ട് പുറത്ത് എൻ്റെ വെളിയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെലക്ഷൻ മാറും, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് രണ്ട് ഫസ്റ്റ് ഓർഡർ മീറ്റ് ചെയ്തു, ഇതൊരു സെക്കൻഡ് ഓർഡർ ആണ്. ഇവിടെയും രണ്ട് ഫസ്റ്റ് ഓർഡർ വന്നു, അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ ആണ്. ഇത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത സെക്കൻഡ് ഓർഡർ ആണ്. ബാക്ക് വ്യൂയിലേക്ക് വരാൻ അറിയാമല്ലോ. ഈ ഒരു സൂം ലാസ്റ്റ് ടൂൾ മുകളിലുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇതും സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡറെ സെക്കൻഡ് ഓർഡറിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇത് സെക്കൻഡ് ഓർഡർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. എവിടെയാണോ ഒരു സെക്കൻഡ് ഓർഡർ ഇനി മീറ്റ് ചെയ്യുന്നത് അതുവരേക്കും ഇത് സെക്കൻഡ് ഓർഡർ ആയി തന്നെ പോകും. ഇവിടെ രണ്ട് സെക്കൻഡ് ഓർഡർ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് തേർഡ് ഓർഡർ ആണ്, അവിടെ നമ്മളിപ്പോൾ തൊടുന്നില്ല. ഇത് രണ്ട് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഓർഡർ ആണ്. ഇത് ഫസ്റ്റ് ഓർഡറേ മീറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഫുൾ ലെങ്തും സെക്കൻഡ് ഓർഡർ തന്നെയാണ്. ഇതും സെക്കൻഡ് ഓർഡർ ആണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം ഫസ്റ്റ് ഓർഡർ മാത്രമേ വന്നിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത് സെക്കൻഡ് ഓർഡർ ആയിട്ട് തന്നെ ഇരിക്കും. ഇതും ഫസ്റ്റ് ഓർഡർ ഇവിടെ മീറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇത് സെക്കൻഡ് ഓർഡർ ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്യുമായിരിക്കും. അത് രണ്ട് ഫസ്റ്റ് ഓർഡർ, അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓർഡർ, ഇതും സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇത് രണ്ട് സെക്കൻഡ് ഓർഡർ ആയി, അപ്പോൾ ഇത് തേർഡ് ഓർഡർ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ സെക്കൻഡ് ഓർഡറുകൾ വെച്ചുകൊണ്ട് നമുക്കിവിടെ 1 മാറ്റിയിട്ട് ഇൻവെർട്ടർ കോമയിൽ തന്നെ 2 എന്ന് കൊടുത്ത് അപ്ഡേറ്റ് സെലക്റ്റഡ് കൊടുക്കുമ്പോൾ എല്ലാം 2 എല്ലാം ആയി. ഇനി പുറത്ത് ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ഷൻ അങ്ങ് പോയി കിട്ടും. ഇനി രണ്ട് സെക്കൻഡ് ഓർഡർ മീറ്റ് ചെയ്തെടുത്ത് നമ്മൾ എന്ത് കൊടുക്കണം, തേർഡ് ഓർഡർ. തേർഡ് ഓർഡർ ഇതാണ്, അതിലേക്ക് ഒരു ഫസ്റ്റ് ഓർഡറേ വന്നെത്തുന്നുള്ളൂ, അതുകൊണ്ട് ഇത് തേർഡ് ഓർഡർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇവിടെയും രണ്ട് സെക്കൻഡ് ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് തേർഡ് ഓർഡർ ആണ്. തേർഡ് ഓർഡറിൽ ഇനി ഒരു തേർഡ് ഓർഡർ വന്നെത്തുന്നത് വരെയും ഇത് തേർഡ് ഓർഡർ ആയിട്ട് തന്നെ തുടരും. രണ്ട് തേർഡ് ഓർഡർ മീറ്റ് ചെയ്താൽ നമ്മൾ അതിനെ ഫോർത്ത് ഓർഡർ എന്ന് കൊടുക്കും. അപ്പോൾ ഇത് തേർഡ് ആണ്, തേർഡ് ഓർഡർ ആണ്. അപ്ഡേറ്റ് സെലക്റ്റഡ്. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് എല്ലാത്തിനും പേര് കൊടുത്തു എന്ന് തോന്നുന്നു. ഇവിടെ സെക്കൻഡ് കൊടുക്കാൻ കിടപ്പുണ്ട്, രണ്ട് ഫസ്റ്റ് ഓർഡർ വന്നെടുത്ത് സെക്കൻഡ് ഓർഡർ കിടപ്പുണ്ട്. അപ്പോൾ ഷിഫ്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റിൽ പിടിച്ചുകൊണ്ട് മറ്റേത് കൂടെ സെലക്ട് ചെയ്യുമ്പോൾ അത് സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്ന് കൊടുത്തു, അപ്ഡേറ്റ് സെലക്ട്. അപ്പോൾ എല്ലാ വാല്യൂ ആയെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യാനായിട്ട് ഷോ ഓൾ ഫീച്ചേഴ്സ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡറിൽ വെച്ചൊരു ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ രണ്ട് നൾ വാല്യൂ കാണുന്നു, അപ്പോൾ രണ്ടെണ്ണത്തിന് വാല്യൂ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാണ് തെളിഞ്ഞത്, അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ആണ്. ഇവിടെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. വേറൊന്ന് ഇതെന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്. അല്ല, സെലക്ട് ചെയ്ത മാറിപ്പോയി. ഇവിടെ ഉണ്ടെന്ന് വാല്യൂ ഉണ്ടല്ലോ, പിന്നെ എന്താ ഇതാണ്. ഇത് രണ്ടും കൂടെ സ്പ്ലിറ്റ് ആയി കിടക്കുന്നതാണ്. ഒന്നുകിൽ ഇത് മെർജ് ചെയ്താലും മതി, രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഇവിടെ മെർജിനൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിനിവിടെ 1 എന്ന് കൊടുത്താലും മതി, 1 എന്ന് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഇവിടെ ഇത് മെർജിനൊരു ഓപ്ഷൻ ഉണ്ട്, മെർജ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ രണ്ടും കൂടെ ഒറ്റ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രീം ഓർഡറിങ്. എല്ലാത്തിനും വാല്യൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ഓർഡർ ഡ്രെയിൻ വരെ മാത്രമേ നമ്മുടെ സ്റ്റഡി ഏരിയയിലുള്ളൂ. അപ്പോൾ സ്റ്റഡി ഏരിയ ആയ ഞാനിവിടെ പഞ്ചായത്ത് ബൗണ്ടറി ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ
നിങ്ങളും ഇത് ഡ്രെയിൻ ഓർഡർ പഞ്ചായത്ത് വൈസ് ചെയ്താൽ മതി. അപ്പോൾ പഞ്ചായത്ത് ബൗണ്ടറി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ലേക്കിൻ്റെ ഫയലൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമുക്കിനി ഇതിനെ ലൈൻ വെയിറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്, കളറും ലൈൻ വെയിറ്റും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് ഭംഗിയുള്ളതാക്കാം. മാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഡ്രെയിനിനെ ഒന്ന് സേവ് ചെയ്യാം. നമുക്ക് വരുത്തിയ ചേഞ്ചസ് ഒക്കെ സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സിംബോളജി ടാബിലേക്ക് പോകണം. സിംബോളജി ടാബിൽ നമ്മൾ എന്ത് ചെയ്യണം, കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഫറെന്റ് വാല്യൂ അനുസരിച്ച് പല കളറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വിൻഡോ വന്നു കഴിഞ്ഞാൽ ഏത് ടാബിൽ പോകണം? സിംബോളജി ടാബിലാണ്. അവിടെ കാറ്റഗറൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് വാല്യൂ വെച്ചാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സിസ്റ്റം സ്ലോ ആണ്, വരുന്നില്ല. ഇപ്പോൾ പ്രോപ്പർട്ടി വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ സിംബോളജിയിൽ സിംഗിൾ സിമ്പിൾ മാറ്റിയിട്ട് നമ്മൾ കാറ്റഗറൈസ് എടുക്കുന്നു. വാല്യൂ നമ്മൾ ഓർഡർ ആയിട്ട് എടുക്കുന്നു. അടുത്ത ക്ലാസിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് തേർഡ് ഓർഡർ വരെയേ ഉള്ളൂ. ഫോർത്ത് ഒരു ലൈൻ കൂടെ കാണാം. ആ ലൈനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് ഓൾ കൊടുക്കരുത്, ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി 3 എണ്ണം ഉണ്ട്. സാധാരണ വാട്ടർ ബോഡീസിന് ബ്ലൂ കളറാണ് കൊടുക്കുന്നത് എങ്കിലും നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കളർ യൂസ് ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഗ്രീൻ കളർ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ നമുക്കൊരു പിങ്ക് കൊടുക്കാം. ഇവിടെ സ്ട്രീം ഓർഡറിങ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേറെ കളർ എടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് വാട്ടർ ബോഡിക്ക് ബ്ലൂ കളറേ കൊടുക്കാവൂ. കൊടുത്തു. നമുക്ക് ഫേഡ് ആവുമ്പോൾ അതിന് ബ്ലൂ കൊടുക്കാം. അതായിരിക്കും കുറച്ച് ഭംഗി എന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ ഇതിന് അല്പം വെയിറ്റ് കൂടെ കൂട്ടാം. തേർഡ് ഓർഡർ അല്ലേ, അല്പം കൂടെ വിഡ്ത്ത് ഒക്കെ ഉണ്ടാവും അതിന്. ഇതിനും ഒരല്പം കൂട്ടാം. 0.5. ഓക്കെ. അപ്ലൈ. ഓക്കെ. നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി മാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലെജൻഡ് വയ്ക്കാം. ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പറിനെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ലേബൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്പർ ലേബൽ അവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ലേബൽ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും പ്രോപ്പർട്ടി വിൻഡോയിൽ ലേബലിൽ പോയിട്ട് നോ ലേബൽസ് സെലക്ട് ചെയ്യുന്നു. അപ്ലൈ. ഓക്കെ. അപ്പോൾ ലേബൽ മാറി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊജക്റ്റ് മെനുവിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ വിൻഡോ ആദ്യം ഒന്ന് സേവ് ചെയ്യാം. എങ്ങനെ സേവ് ചെയ്യണം? പ്രൊജക്റ്റ് സേവ് എന്ന് വെച്ചാൽ ഇതിനെ ഡ്രെയിൻസ് എന്ന് കൊടുക്കാം. എനിക്കിവിടെ ഡ്രെയിൻസ് എന്നൊരു മാപ്പ് കിടക്കുന്നതുകൊണ്ട് ഞാനത് ഡ്രെയിൻസ് ന്യൂ എന്ന് പേര് കൊടുത്തു. സേവ് ചെയ്തിട്ട് നമുക്കിനി സേവ് ഇവിടെ ആയിട്ടില്ല. അപ്പോൾ ഡ്രെയിൻസ് ന്യൂ എന്ന് മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി പ്രൊജക്റ്റിൽ പോയിട്ട് ന്യൂ പ്രിന്റ് ലേഔട്ട് എടുത്ത് അതിൽ നമ്മൾ ഇതിനും ഡ്രെയിൻസ് എന്ന മാപ്പിന് പേര് കൊടുക്കുന്നു. ലേഔട്ടിനാണ് നമ്മൾ ഡ്രെയിൻസ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പേജ് സെറ്റപ്പ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ പേജ് കാണുന്ന പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത്
പേജ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും. സൈസ് ഇവിടെ A4 ആണ്, നമുക്ക് A4 മതി. പിന്നെ പഞ്ചായത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ ഈ സ്റ്റഡി ഏരിയയുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വ്യൂ. അപ്പോൾ ലാൻഡ്സ്കേപ്പ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്യൂട്ടബിൾ ആണ് എന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ ഏത് മാപ്പിലും റോഡും പ്ലേസ് നെയിമും കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റോഡിൻ്റെ ലെയറും പ്ലേസ് നെയിമും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യണം. അപ്പോഴേ ഓരോ ഡ്രെയിനും ഏത് സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വേണ്ട, ഇതിലെ ഡ്രെയിൻസ് വേണ്ട, റോഡ്സ് വേണ്ട. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിലെ അപ്പോൾ ഇതിലേക്ക് മാപ്പ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ 6ാമതിരിക്കുന്ന ഈ ഐക്കൺ ആഡ് മാപ്പ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് ഇതുവരെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമായി ഇതിനകത്തേക്ക് നമ്മൾ അവിടെ QGIS മെയിൻ വിൻഡോയിൽ ആഡ് ചെയ്തിട്ടുള്ള മാപ്പ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിം നമ്മളിപ്പോൾ വരച്ചല്ലോ, ആ ഫ്രെയിമിൻ്റെ ഏത് സ്കെയിലാണെന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും. 30,303 ആണ് കാണിക്കുന്നത്. നമുക്കത് കുറച്ചുകൂടെ വലുതാക്കി വെക്കാം. പേജിൽ മാക്സിമം കൊള്ളുന്ന വിധത്തിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു 25,000 എന്ന് മാറ്റി ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ അത് വലുതായി. ഇനി ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഈ 4th ഐറ്റം ആരോ ഉപയോഗിച്ച് മൂവ് ഐറ്റം കണ്ടന്റ് എന്നുള്ളത് വെച്ച് നമുക്ക് മാപ്പിനെ നീക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് 25,000 അതിനുശേഷം നമുക്ക് ഇതിനൊരു ഹെഡിങ് വേണം. അവിടെ T എന്ന ലെറ്ററിൽ കാണുന്നത് ടൂൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ബോക്സ് ഡ്രാഗ് ചെയ്യണം. അതിനുശേഷം അതിനകത്ത് ലോറം ഇപ്സം എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം, അതേ വേർഡ് കാണാൻ പറ്റും. അതിനെ മാറ്റിയിട്ട് സ്ട്രീം ഓർഡറിംഗ് എന്ന് കൊടുക്കാം. സ്ട്രീം ഓർഡറിംഗ്. അതിന് സൈസ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് താഴെ ഫോണ്ട് ഉണ്ട്. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ലെറ്ററുകൾ സെലക്ട് ചെയ്യാം. സൈസ് കൂട്ടാം. ഒരു 18 എടുത്തു, ബോൾഡ് ആക്കി. ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ട്. സ്ട്രീം ഓർഡറിംഗ്. പിന്നെ എന്ത് വേണം, ഇത് ഗ്രാമപഞ്ചായത്ത് അല്ലേ, അപ്പോൾ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് എന്നൊരു ടെക്സ്റ്റ് ഇവിടെ വേണം. അപ്പോൾ ഇവിടെയും വന്നിട്ട് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അതവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെയും സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണും. അതും ഞാനൊന്ന് ബോൾഡ് ആക്കാൻ പോകുന്നുണ്ട്. സൈസ് ഒരു അല്പം കൂടെ കൂട്ടി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫ്രെയിം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഈ ആരോ ഉപയോഗിച്ച് വേണം ക്ലിക്ക് ചെയ്യാൻ, എന്നാലും സെലക്ട് ആവുള്ളൂ. 3rd ആരോ ഉപയോഗിച്ച് വേണം നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിനൊരു ഔട്ടർ ബൗണ്ടറി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു നോർത്ത് ആരോ വയ്ക്കണം. നോർത്ത് ആരോയ്ക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നോർത്ത് ആരോ ഇവിടെ ഈ എൻഡിൽ വയ്ക്കാം. ഇവിടെ വയ്ക്കുമ്പോൾ
ഇവിടെ നോർത്ത് ആരോ മറ്റു സിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ നിന്നൊരു നല്ല സിമ്പിൾ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതിയാകും, ഇതായാലും മതി. കൺട്രോൾ പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് രണ്ട് സെലക്ട് ചെയ്ത് നീക്കി. ഒന്നിച്ച് സെലക്ട് ചെയ്താൽ അലൈൻ സെന്റർ കൊടുക്കുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അലൈൻ സെന്റർ കൊടുത്തു. ഈ ബോക്സ് വലുതായിട്ടാണ് നീങ്ങി വന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതിനെ സെന്ററാക്കി വെക്കുക. ഇനി നമുക്കൊരു ലെജൻഡ് വേണം. ഈ ഗ്രീൻ കളർ എന്താ, വയലറ്റ് കളർ എന്താ, ബ്ലൂ കളർ എന്താ എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെജൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ലെജൻഡ്. ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്യുമ്പോൾ ലേക്ക് ഡ്രെയിൻസ് എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 1 എന്നല്ല വരേണ്ടത്, അതെന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്. സ്ട്രീമിന്റെ ഫസ്റ്റ് ഓർഡർ സ്ട്രീം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ എന്ന് വരണം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ, ഈ മൗണ്ടിങ് ബോക്സ് നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ലെജൻഡ് ഐറ്റംസ് എന്നൊരു കോളം ബോക്സ് ഉണ്ട്. അതിൽ ആട്ടോ അപ്ഡേറ്റ് ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടിയത്. നമ്മൾ ആട്ടോ അപ്ഡേറ്റ് മാറ്റിയിട്ട് അതിനെ ഒന്ന് അൺചെക്ക് ചെയ്യണം. അൺചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ 1 എന്നത് മാറ്റിയിട്ട് നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ അല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് വരണം. അപ്പോൾ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രെയിൻ എന്ന് കൊടുത്താൽ, ഡ്രെയിൻ എന്ന് കൊടുത്താലും മതി. ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഐറ്റം ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഓർഡർ ഡ്രെയിൻ സ്ട്രീം, ഓർഡർ സ്ട്രീം. ഞാൻ ഈ ഓർഡർ സ്ട്രീം എന്ന് ഈ സെക്കൻഡ് 2 കിടപ്പുണ്ട്, 2 കളയുന്നു. ഈ ഓർഡർ സ്ട്രീം എന്നത് കോപ്പി ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അടുത്തതിന് കൺട്രോൾ C കൊടുത്ത് വെച്ചേക്കാം. അപ്പോൾ അടുത്തതിന് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ തേർഡ്, അടുത്ത കൺട്രോൾ V. അപ്പോൾ തേർഡ് ഓർഡർ ഡ്രെയിൻ സ്ട്രീം. ഓക്കെ, ഇവിടെ സ്ട്രീം എന്നായിപ്പോ അല്ലേ, സ്ട്രീം ഈസ് E സ്ട്രീം ഓർഡർ. അടുത്ത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഡ്രെയിൻസ് എന്ന് വേണ്ട, ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡ്രെയിൻ അല്ല, ഫസ്റ്റ് ഓർഡർ ഒന്നുകിൽ എല്ലാം ഡ്രെയിൻ അല്ലെങ്കിൽ എല്ലാം സ്ട്രീം, ഏതെങ്കിലും കൊടുക്കണം. കൺട്രോൾ D. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്നായി. ഇനി അവിടെ പിന്നെ ഡ്രെയിൻസ് എന്നൊരു വാക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡ്രെയിൻസിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രെയിൻസിനെ സെലക്ട്, ഒരു ക്ലിക്ക് ലെഫ്റ്റ് ചെയ്തിട്ട് പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹിഡൻ എന്ന് കൊടുത്ത് ആ ഹെഡിങ് അവിടെ കാണൂല. അപ്പോൾ ഇവിടെ ഹെഡിങ് പോയതുണ്ടോ. ഇനി നമുക്ക് ആദ്യം സ്ട്രീം വയ്ക്കാം, രണ്ടാമത് ലേക്ക് വയ്ക്കാം, മൂന്നാമത് പഞ്ചായത്ത് ബൗണ്ടറി വയ്ക്കാം. അപ്പോൾ ഈ ലേക്കിനെ ഒന്ന് താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ താഴേക്കുള്ള ആരോ ഉണ്ട്. അപ്പോൾ ലേക്ക് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫോണ്ടൊക്കെ മാറ്റാൻ നിങ്ങളെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാപ്പ് ഇവിടെ റെഡിയായി. ഇതിനെ ഒന്ന് കോർണറിലേക്ക് നീക്കി വെക്കാം. ഇതിന്റെ വേണമെങ്കിൽ ഫ്രെയിം കൊടുക്കാം. ഇപ്പോൾ ഇതിന്റെ സെലക്ഷൻ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഫ്രെയിം നമുക്ക് ഇവിടെ കിട്ടും. ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്ട്രീം ഓർഡറിംഗ് മാപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മാപ്പിനെ ഒന്ന് സേവ് ചെയ്യാം. സേവ് പ്രോജക്റ്റ്. ഇനി നമുക്കിതിനെ JPG ഫോർമാറ്റിലോ OTF ഫോർമാറ്റിലോ എക്സ്പോർട്ട് ചെയ്യാം. അത് നമുക്ക് റിപ്പോർട്ട് വിളിക്കാം. അപ്പോൾ JPG ആയിട്ട് വയ്ക്കാം. എക്സ്പോർട്ട് ആസ് ഇമേജ്. അപ്പോൾ ഡ്രെയിൻസ് ഞാൻ ഇത് നേരത്തെ സെറ്റ് ചെയ്താണ്. ഇത് ഡ്രെയിൻസ് ഇനി ഒന്ന് കൊടുക്കാം. ഇപ്പോഴത്തേക്ക് സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ മാപ്പ് സേവ് ചെയ്തു.